രണ്ടാം പിണറായി സർക്കാർ ഇന്ന് 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ആവേശകരമായ തിരഞ്ഞെടുപ്പുകൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള ഒരുക്കത്തിലാണ് രാഷ്ട്രീയ കേരളം. തുടർ ഭരണമാണ് ഇടതുമുന്നണി ലക്ഷ്യം വെക്കുന്നത്. 10 വർഷം കൈവിട്ടുപോയ ഭരണം തിരിച്ചുപിടിക്കാൻ പ്രതിപക്ഷം കച്ചകെട്ടുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ബിജെപിയും കരുക്കൾ നീക്കി തുടങ്ങിയതോടെ കേരള രാഷ്ട്രീയം തിളച്ചുമറിയും. മൂന്നാമതും ഇടതുമുന്നണി സർക്കാർ എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യ മാധ്യമ പ്രചാരണത്തിന് സിപിഎം തുടക്കമിട്ട് കഴിഞ്ഞു. തമ്മിലടി എന്ന ദുഷ്പേര് മാറ്റി ചോർന്ന വോട്ടുകൾ തിരിച്ചുപിടിക്കാനുള്ള തന്ത്രങ്ങളുമായി യുഡിഎഫും രംഗത്തുണ്ട്. സംസ്ഥാനത്തിന്റെ പദവി രീതികൾ മാറ്റിമറിക്കാൻ ബിജെപിയും കരുക്കൾ നീക്കി തുടങ്ങി. പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രൊഫഷണൽ സമീപനത്തിലൂടെ തൃശൂർ മോഡൽ സംസ്ഥാനത്തെമ്പാടും ആവർത്തിക്കാനാകുമെന്നാണ് ബിജെപി പ്രതീക്ഷ. ധനപ്രതിസന്ധി മൂലമുള്ള ബുദ്ധിമുട്ടുകൾക്ക് കടമെടുപ്പ് പരിധിയെ സംസ്ഥാന സർക്കാർ പഴിചാരുമ്പോൾ ദൂർത്തെന്നാണ് പ്രതിപക്ഷ ആരോപണം. തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങൾ സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖം, ഗെയിൽ പൈപ്പ് ലൈൻ, ദേശീയപാതാ പദ്ധതികൾ, കൊച്ചി വാട്ടർ മെട്രോ, തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ്, ഡിജിറ്റൽ സയൻസ് പാർക്ക് ഉൾപ്പെടെയുള്ള ഒരുപിടി വികസന പദ്ധതികൾ ഉയർത്തിക്കാട്ടി ഭരണം പിടിക്കാനാകുമെന്നാണ് ഇടതുമുന്നണി വിശ്വസിക്കുന്നത്. ലഹരി മാഫിയയ്ക്ക് കളമൊരുക്കി അഴിമതിയും സ്വജനപക്ഷപാതവും മുഖമുദ്രയാക്കിയ സർക്കാർ എന്ന ആരോപണമാണ് യുഡിഎഫ് ഉയർത്തുന്നത്. ഭരണനേട്ടം ഉയർത്തിക്കാട്ടുന്ന ജില്ലാതല പരിപാടികളുമായി LDF കളം നിറയുമ്പോൾ സർക്കാരിന്റെ 4ാം വാർഷികം കരുദിനമായി ആചരിക്കുകയാണ് യുഡിഎഫ്. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് സംസ്ഥാനത്ത് ആദ്യം നടക്കാനിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമകാലിക ജനവികാരം പ്രതിഫലിപ്പിക്കുമെന്നാണ് മൂന്ന് മുന്നണികളും ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ തയ്യാറെടുപ്പുകളും സജീവം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പതിവ് മുൻതൂക്കം നിലനിർത്താൻ ഇടതുമുന്നണിയും അട്ടിമറി വിജയം നേടാൻ യുഡിഎഫും വലിയ മുന്നേറ്റത്തിലൂടെ അത്ഭുതപ്പെടുത്താൻ ബിജെപിയും ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.